വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്നൊരു നെയിൽ ആർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു സ്റ്റാമ്പിംഗ് പ്ലേറ്റ് ആണ്. അതിൻ്റെ ഒപ്പം ഈ ഒരു സ്ക്രാപ്പർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്റ്റാമ്പിംഗ് ടൂളാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് അടിപൊളി ഡിസൈൻസ് നമ്മുടെ നെയിൽസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് നമ്മൾ ആദ്യത്തെ ഒരു ബേസ് കോട്ടായിട്ട് നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തതല്ലല്ലോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഇഷ്ടമുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വീട്ടിലായിപ്പോയതുകൊണ്ട് എനിക്ക് കയ്യിലധികം നെയിൽ പോളിഷ് കളക്ഷൻസ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു ഉള്ള നെയിൽ പെയിൻറ്റ്സ് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഏതാണോ നമ്മൾ കോൺട്രാസ്റ്റായിട്ട് എടുക്കുന്ന കളറ് അത് നമുക്ക് വേണ്ട ഡിസൈൻ്റെ ഒരു എൻഡിലായിട്ട് നമ്മൾ എക്സസ് ആയിട്ട് ആ നെയിൽ പോളിഷ് വയ്ക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് അവിടെ കിട്ടും. അതിനെ നമ്മൾ ഈ സ്റ്റാമ്പിംഗ് ടൂൾ വെച്ചിട്ട് സ്റ്റാമ്പ് ചെയ്ത് നേരെ നമ്മുടെ നെയിൽസിലോട്ട് സ്റ്റാമ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ട് ചെയ്യുക. കാരണം അത് ഡ്രൈ ആവാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ നമ്മുടെ നെയിൽസിൽ വരില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ നെയിൽസിൽ ചെയ്യുമ്പോഴും നമ്മുടെ ഈ 3 ടൂൾസും നമ്മൾ ഒരു നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു അറിയാലോ, നമുക്ക് ആ ഒരു കറക്റ്റ് ഡിസൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിംഗ് ടൂളിനൊന്നും അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നതിനൊരു 4-5 ഡിസൈനേ ഉള്ളൂ ആ ഒരു പ്ലേറ്റിന്. അപ്പോൾ ഇത് മൊത്തത്തിൽ എനിക്ക് ഒരു 100 റുപ്പീസിൽ താഴെയായിരുന്നു ശരിക്കും പറഞ്ഞെങ്കിൽ. ഒരു 50 രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര അഫോർഡബിളാണ്. നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ എല്ലാത്തിലും നമുക്ക് പല ഡിസൈനിലുള്ള സ്റ്റാമ്പിംഗ് പ്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.